ഡോക്ടർ CJ റോയിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നെഞ്ചിന്റെ താഴ്ഭാഗത്തു നിന്നും വെടിയുണ്ട കണ്ടെത്തി. മൃതദേഹം ഇന്ന് ആശുപത്രിയിൽ സൂക്ഷിക്കും. നാളെ രാവിലെ പൊതുദർശനം നടക്കും. വൈകിട്ട് 4-ന് ബെന്നാർഘട്ടയിലാണ് സംസ്കാരം. കൂടുതൽ വിവരങ്ങളുമായി സാജിദ് അജ്മൽ ബാംഗ്ലൂരിൽ ചേരുന്നു. സാജിദ്, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ഈ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങ്, പൊതുദർശനം പോലുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ ഏത് ഗതിയിലാണ്? കുടുംബം എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു? നിഷാദ്, രാജ്യത്ത് തന്നെ അറിയപ്പെടുന്ന കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ചെയർമാനായ CJ റോയിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇന്ന് ഈ ആശുപത്രിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത ആശുപത്രിയിൽ തന്നെ സൂക്ഷിക്കും. ഈ മൃതദേഹം നാളെ രാവിലെ 10 മണിക്കാണ് ഇവിടെ നിന്നും ഈ സഹോദരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുക, ബെന്നാർഘട്ടയിലെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. പിന്നീട് അവിടെയുള്ള സെന്റ് ജോസഫ് ചർച്ചിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ഈ മൃതദേഹം കൊണ്ടുപോയി അന്ത്യ ശുശ്രൂഷകൾ ചെയ്യും. 4 മണിയോടുകൂടിയാണ് ഈ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പരാതി തന്നെയാണ്. അത് ഇൻകം ടാക്സ് വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ നിരന്തരമായ സമ്മർദ്ദത്തെ തുടർന്നാണ് ഈ CJ റോയി ആത്മഹത്യ ചെയ്തത്, ജീവൻ ഒടുക്കിയത് എന്നുള്ള കാര്യമാണ് ഈ പരാതിയിൽ പറയുന്നത്. ഇത് സംബന്ധിച്ച് അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അത് ഈ കേരളത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംവിധാനത്തിന് തുല്യമായ ഇവിടെ CID സംവിധാനമാണ്. CID സംവിധാനത്തിന് പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷണം നടക്കുക. ഇവിടെ ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് എത്തി സ്ഥിതിഗതികൾ പരിശോധിക്കുകയും ചെയ്തു. ഇതിൽ ഉദ്യോഗസ്ഥരുടെ മൊഴി എടുക്കേണ്ടതുണ്ട്. IT വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ മൊഴി വിശദമായി എടുക്കേണ്ടതുണ്ട്. ഇതിൽ നേരത്തെ നമ്മോട് സംസാരിച്ച ഈ CJ റോയിയുടെ സ്റ്റാഫിലെ അംഗങ്ങളും ബന്ധുക്കളും എല്ലാം തന്നെ പറയുന്ന ഒറ്റ കാര്യം, അദ്ദേഹത്തെ നിരന്തരം ഈ വേട്ടയാടുന്ന സ്വഭാവത്തിലാണ് IT ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചത്. അതിൻ്റെ ഒരു മാനസിക സമ്മർദ്ദമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടോ ബാങ്ക് വായ്പയോ മറ്റ് ആരുടെയെങ്കിലും വ്യക്തികളിൽ നിന്ന് പോലും വായ്പ എടുക്കാത്ത വ്യക്തിയാണ്, കടം വാങ്ങാത്ത വ്യക്തിയാണ് CJ റോയ്. അദ്ദേഹത്തിനെ ഈ അറസ്റ്റ് ചെയ്യും എന്നൊരു ഘട്ടത്തിലേക്ക് പോയപ്പോൾ അത് തനിക്കുണ്ടാകുന്ന അപമാനം, തൻ്റെ സംരംഭത്തിനുണ്ടാകുന്ന അപമാനം, തൻ്റെ കുടുംബത്തിനുണ്ടാകുന്ന അപമാനം, ഈ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ജീവൻ ഒടുക്കി എന്നുള്ള കാര്യമാണ് അദ്ദേഹവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ, അദ്ദേഹത്തിന്റെ സ്റ്റാഫിൽ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും ഈ കാര്യങ്ങൾക്ക് ഒരു വിശദീകരണം ഇൻകം ടാക്സ് വകുപ്പ് നൽകുമോ? അത് കൊച്ചി യൂണിറ്റാണ്. കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ നൽകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അവർക്ക് ഈ അന്വേഷണവുമായി സഹകരിക്കാതെ നിർവാഹമില്ല. കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥരാണെങ്കിലും അവരുടെ സാന്നിധ്യത്തിൽ വെച്ച് നടന്ന ഒരു മരണമാണ്, ഒരു ആത്മഹത്യയാണ് എന്ന് മാത്രമല്ല അതിന് ഉത്തരവാദികൾ അവരാണ് എന്നുള്ള വിമർശനം ശക്തമായി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ആ കാര്യങ്ങളോട് കർണാടക പോലീസിന്റെ അന്വേഷണത്തോട് സഹകരിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതോടൊപ്പം ഈ പരാതിയിൽ പ്രധാനമായി പറയുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഈ ഒരു തരത്തിലുള്ള പ്രോട്ടോകോളും മാനദണ്ഡങ്ങളും പാലിക്കാതെയുള്ള റെയ്ഡാണ് നടത്തിയത് എന്നുള്ളതാണ്. ഈ 3 മാസം മുൻപ് തന്നെ സമാനമായുള്ള റെയ്ഡ് നടക്കുകയും അത് കർണാടക ഹൈക്കോടതി തടയുകയാണ്. ആ സ്റ്റേ കാലാവധി കഴിഞ്ഞ ഉടൻ ആണ് പിന്നീട് ഈ സമാനമായ റെയ്ഡ് നടക്കുന്നത്. ഈ റെയ്ഡിൽ കർണാടകയിലുള്ള ബംഗളൂരുവിലുള്ള ഒരു ഓഫീസിൽ എന്തിനാണ് കേരളത്തിൽ നിന്നുള്ള യൂണിറ്റ്, കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എത്തുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം. മറ്റൊന്ന്, ഈ റോയിയെ പോലുള്ള വലിയ ബിസിനസ്സുകാർ അവരുടെ ജീവൻ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് സ്വാഭാവികമായും തോക്ക് ലൈസൻസിന് അപേക്ഷിക്കുകയും അതത് ജില്ലാ മജിസ്ട്രേറ്റുമാർ അനുമതി നൽകുകയും ചെയ്യും. അങ്ങനെ തോക്ക് ലൈസൻസ് ഉള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെ അന്വേഷണ സംഘം പോകുന്ന തുടർച്ചയായി ചോദ്യം ചെയ്യലും മറ്റും ഉണ്ടാകുന്ന സമയത്ത് ആ തോക്ക് കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട്. അതിന് അതിൻ്റെതായ നടപടിക്രമങ്ങളും പ്രോട്ടോക്കോളും ഉണ്ട്. ഇതൊന്നും തന്നെ പാലിച്ചില്ല. ഒരുപക്ഷെ അദ്ദേഹം ഈ ഉദ്യോഗസ്ഥരെ ഈ തോക്ക് ഉള്ള വ്യക്തി, ഈ റോയി എന്നല്ല ഏതൊരാളും ഒരുപക്ഷെ ആക്രമിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ പോലും മുന്നിൽ കാണാതെയുള്ളൊരു വളരെ നിസ്സാരമായി ഈ കാര്യങ്ങളെ കണ്ടു എന്നുള്ള ഒരു വിമർശനവും ഈ പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘം
പരിശോധിക്കും. ഈ IT വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദവും അവരുടെ ഭീഷണിയും അത് അറസ്റ്റിലേക്ക് പോകുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് ഈ റോയി മരിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ഒരു ആക്ഷേപം. ഈ റോയിയുടെ നേരത്തെയുള്ള അഭിമുഖങ്ങൾ, അദ്ദേഹത്തിന്റെ വീഡിയോ എല്ലാം നമ്മൾ കാണുമ്പോൾ ഈ പുതിയ സംരംഭം തുടങ്ങുന്ന ആളുകൾക്ക്, യുവാക്കൾക്ക് വലിയ പ്രചോദനം നൽകുന്ന തരത്തിലുള്ള പ്രഭാഷണങ്ങൾ നടത്തുന്ന അഭിമുഖങ്ങൾ ഈ നൽകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഏറ്റവും അവസാനം ഒരാഴ്ച മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നത് ഒരു വിമാനം തകർന്ന് വീഴാൻ പോകുന്നു എന്നുള്ള ഒരു വിവരം അതിന്റെ പൈലറ്റ് പറയുകയാണെങ്കിൽ ആ വിമാനത്തിൽ ഇരുന്ന് താൻ ദുഃഖിക്കുകയോ അതിൽ വേവലാതിപ്പെടുകയോ ചെയ്യില്ല. പകരം അപ്പോഴും തൻ്റെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടെങ്കിൽ താൻ ഗെയിം കളിച്ചിരിക്കും. അത്രയും കൂളാണ് തൻ്റെ ജീവിതം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു രൂപ പോലും ഇത്രയും കാലത്തിനിടയ്ക്ക് അദ്ദേഹം ഈ ബിസിനസ് തുടങ്ങി 3 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും വായ്പ എടുക്കാതെ ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ്. ആരിൽ നിന്നും പലിശയ്ക്ക് പണം എടുക്കുകയോ പലിശയ്ക്ക് പണം കടം നൽകുകയോ ചെയ്യാത്ത വ്യക്തിയാണെന്ന് അദ്ദേഹം പറയുന്നു. ജീവിതം മുഴുവൻ സന്തോഷം ആയിരിക്കുക, ജീവിതം മുഴുവൻ ഒരു ആഘോഷമായിരിക്കുക. അതുകൊണ്ടാണ് അദ്ദേഹം നിരന്തരം ബാംഗ്ലൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്.